ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. 1458 സർക്കാർ ഉദ്യോഗസ്ഥരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയെന്ന വളരെ നിർണായകമായ വിവരം പുറത്തേക്ക് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ അന്വേഷണങ്ങളിലേക്ക് സർക്കാർ പോകുന്നതും നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാർ തന്നെ നടത്തിയ പരിശോധനയിലാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, ഗസറ്റഡ് ഓഫീസർമാരടക്കമുള്ള വലിയ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പാവങ്ങൾക്ക് നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന ഏറ്റവും ഗൗരവതരമായ വാർത്ത പുറത്തേക്ക് വന്നത്. അതിൻ്റെ തുടർച്ചയിൽ കഴിഞ്ഞ ദിവസം വിവിധ വകുപ്പുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഒപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഇതാ കോട്ടക്കൽ നഗരസഭയിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആ രീതിയിൽ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ഒപ്പം ഈ പണം പറ്റിയവരിൽ നിന്ന് പലിശയടക്കം അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1458 സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ പറഞ്ഞ പെൻഷൻ തുക കൈപ്പറ്റിയത്. 60 വയസ്സിന് മുകളിലുള്ള ഏറ്റവും പാവപ്പെട്ടവരായ സാധാരണക്കാർക്ക് നൽകുന്ന പെൻഷനിലാണ് ഇവർ കൈയിട്ട് വാരിയത്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, നേരത്തെ നമ്മൾ കണ്ടതാണ് 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പെൻഷൻ കൈപ്പറ്റിയെന്ന ഏറ്റവും നിർണായകമായ വിവരം നമ്മുടെ മുൻപിലേക്ക് വന്നത്. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വിവിധ വകുപ്പുകളിൽ ശക്തമായ നടപടികളിലേക്ക് പോകുന്നു. കോട്ടക്കൽ നഗരസഭയിൽ ഈ തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. തീർച്ചയായും മനു, ഏതായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി തട്ടിപ്പ് നടത്തി കൈപ്പറ്റിയത് തന്നെ പറയേണ്ടിയിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ. അതാണ് കഴിഞ്ഞ ദിവസം ധനവകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. 1458 പേർ. അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളത് ധനമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴേതായാലും കടുത്ത നടപടികളിലേക്ക് ധനവകുപ്പ് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന്റെ നടപടി സ്വീകരിക്കാൻ ഭരണവകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നടപടി എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക കൂടിയാണ് ധനവകുപ്പ് ചെയ്യുന്നത് എന്നതുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണം എന്നും ധനമന്ത്രിയുടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് നിലവിൽ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം കൂടി വരുന്നത് എന്നുള്ളതും ഇതിൽ പ്രസക്തമാണ്. 7-ാം വാർഡിലെ 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് പരിശോധനയിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒരാൾ മരണപ്പെട്ടിരുന്നു. ഇതാണ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ അതോ അനർഹർക്ക് അതായത് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലാത്ത മറ്റുള്ളവർക്ക് പെൻഷൻ നൽകാൻ പറ്റുന്ന രീതിയിൽ രേഖകൾ അനുവദിച്ചു എന്നതാണോ ഈ കോട്ടക്കൽ നഗരസഭയിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം? കോട്ടക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചാണ് സർക്കാർ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിവിധ വകുപ്പുകളിൽ ഉൾപ്പെടുന്നവർ തന്നെയാണ് ഈ രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ രീതിയിൽ പെൻഷൻ കൈപ്പറ്റുന്നു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്നത് കണ്ടെത്തിയിരുന്നത്. അതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടപടികളിലേക്ക് കൂടി ധനവകുപ്പ് കടന്നിരിക്കുന്നത്. മനോ, അതായത് ഈ നമ്മൾ ഇന്നലെ കണ്ടതാണ് ഷീജ പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതാണ്. ആ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പുകളിൽ ഒന്ന് നടന്നിരിക്കുന്നത് കോട്ടക്കൽ നഗരസഭയിലാണെന്ന് വ്യക്തമാവുകയും അതുകൊണ്ട് തന്നെ ആദ്യം അവിടെ തന്നെ വളരെ വേഗത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണല്ലേ?
തീർച്ചയായും. കാരണം ഇവിടെ ഏത് രീതിയിൽ ഇവർ പെൻഷൻ പട്ടികയിൽ തന്നെ നിലവിൽ തുടരുന്നു എന്നുള്ളത് ഏറ്റവും കൗതുകകരമായ കാര്യമാണ്. കാരണം അത് ആ രീതിയിൽ സുഗമമായി ആ പെൻഷൻ പദ്ധതിയിൽ നിന്നു പോകാൻ സാധിക്കുകയില്ല. കാരണം മസ്റ്ററിംഗ് ഉണ്ട്. മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഗുണഭോക്താവ് അല്ലെങ്കിൽ മസ്റ്ററിങ്ങിലൂടെ അത് ആ രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് കൃത്യമായ ധാരണയുണ്ട് അവർ ഈ പെൻഷൻ പദ്ധതിക്ക് അർഹരല്ല എന്നുള്ള കാര്യം. ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടു കൂടി ഈ പെൻഷൻ പദ്ധതിയിൽ തുടർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ആരൊക്കെയാണോ ഇതിന് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടിയിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെതായ രീതിയിലുള്ള തുടർ നടപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടാണ് ഷീജ. ഈ പെൻഷൻ കൈപ്പറ്റി എന്ന് മാത്രമല്ല, അത്തരത്തിൽ അവർക്ക് പെൻഷൻ കൈപ്പറ്റണമെങ്കിൽ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങാനുള്ള രേഖകൾ ഉണ്ടാക്കി കൊടുത്തവരും ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പ്രതികളാണ്. അപ്പോൾ ഈ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെയും അതിന് സഹായിച്ചവർക്കെതിരെയും നടപടികളിലേക്ക് പോകുന്നു അല്ലേ? തീർച്ചയായും പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ ഉറപ്പായും വകുപ്പ് തല നടപടി ഉണ്ടാകും. കാരണം അവർ നടത്തിയിട്ടുള്ളത് സർവീസ് ചട്ടത്തിന്റെ ലംഘനമാണ്. അപ്പോൾ അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളത് ധനമന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇതിന് ഏത് രീതിയിൽ ഇവർ ഈ പെൻഷൻ പദ്ധതിയിൽ തുടരുന്നു എന്നുള്ളതും ഏറെ പ്രസക്തമാകുന്ന വിഷയമാണ്. അപ്പോൾ ഈ പെൻഷൻ പദ്ധതിയിൽ തുടരുന്നതിന് ഇവർക്ക് ആരൊക്കെയാണോ സഹായം ചെയ്തു കൊടുത്തത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടിയെടുക്കുക എന്നുള്ളതാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കർശന നിർദ്ദേശം തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാലും നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിനടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ഈ പറയുന്നത് പോലെ ഈ നിയമപരമായ സാങ്കേതികപരമായ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് ഷീജ. ഇപ്പോൾ ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക്, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കാണ് ഈ പെൻഷൻ നൽകുന്നത്. ഈ ഗസറ്റഡ് ഓഫീസർ സ്ഥാനത്തിരിക്കുന്നവരും എത്രയോ അധികം രൂപ ശമ്പളം വാങ്ങുന്നവരുമാണ് ഈ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരിൽ പലരും. ഒരു മര്യാദയുടെ പ്രശ്നം, മാന്യത, ധാർമ്മികത, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. 60 വയസ്സിന് മുകളിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന പെൻഷൻ ഇപ്പോഴും സർവീസിലിരിക്കുന്ന 60-ൽ താഴെയുള്ള ആളുകൾക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം സംസ്ഥാന സർക്കാർ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അനർഹർ നിരവധി പേരുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അനർഹരെ മാറ്റുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ആ ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഏർപ്പെടുത്തിയത് മസ്റ്ററിംഗ് ആണ്. അപ്പോൾ മസ്റ്ററിങ്ങിലൂടെ കൃത്യമായ രീതിയിൽ ഉള്ളവരെ കണ്ടെത്താൻ സാധിക്കും. അനർഹർക്ക് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ രീതിയിൽ അനർഹരെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ തീരുമാനിച്ചതും നടപ്പാക്കിയതെന്നും. അതിന്റെ ഭാഗമായി പക്ഷേ ആ മസ്റ്ററിങ്ങിൽ പോലും ക്രമക്കേട് കാണിച്ചുകൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഈ പെൻഷൻ പദ്ധതിയിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും ഈ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ ഈ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ കോളേജ് പ്രൊഫസർമാർ ഉണ്ടാകുന്നു, ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ടാകുന്നു. ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ, വിവിധ തലങ്ങളിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വലിയ സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണ് ഈ സാധാരണക്കാർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരാനായി ഇത്തരത്തിൽ ഉള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അവർക്ക് കൃത്യമായി ബോധ്യമുണ്ട് അവർ ഈ പെൻഷൻ പദ്ധതിക്ക് അർഹരല്ല എന്നുള്ള കാര്യം. പക്ഷേ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പെൻഷൻ പദ്ധതിയിൽ അവർ നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകം. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ പെൻഷൻ പദ്ധതിയിൽ ഇതിലൂടെ അനർഹമായി പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്ന 1458 പേർക്ക് പുറമെ ഇവർക്ക് സഹായം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചതും ആ രീതിയിലുള്ള തുടർ നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇവരിൽ നിന്ന് ഈ കൈപ്പറ്റിയ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ടല്ലോ. അതിന്റെ കാര്യങ്ങൾ എവിടം വരെയായി? തീർച്ചയായും ഇവരിൽ നിന്നും ഇവർ വാങ്ങിയ ഈടാക്കുക എന്നുള്ളതാണ് നിലവിൽ ധനമന്ത്രി നൽകിയ നിർദ്ദേശം. അത് ഏത് തലത്തിൽ പ്രായോഗിക തലത്തിൽ ഏത് തലത്തിൽ അത് നടപ്പാക്കണം എന്നത് സംബന്ധിച്ച് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം നിയമോപദേശം ലഭിക്കുന്ന
തുടർ നടപടി കൂടുതൽ വേഗത്തിലാക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇവർ ഈ തുക കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടൊക്കെ മാതൃവകുപ്പുകളിൽ നിന്നും വിവരം കൃത്യമായ രീതിയിൽ ശേഖരിച്ച് ആ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്, ഏകീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നടപടികൾ ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് ധനവകുപ്പിൽ നിന്നും വ്യക്തമാകുന്നത്.